ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താ. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് എടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണ കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ളൂ. ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി തന്നെ സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു. ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയോ, തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്.